ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വന്നിട്ട് അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷനാണ്. നമ്മൾ പറഞ്ഞ കുറച്ച് റിവിഷൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ വരുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇപ്രാവശ്യം എന്താണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് GK, കറണ്ട് അഫയേഴ്സ്, കായികമായിട്ട് പിന്നെ നമ്മുടെ 2025 ഇയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം 2025 തുടക്കത്തിൽ നിന്ന് തന്നെ നോക്കാം. 2025 പുതുവത്സരം ആദ്യം എത്തിയ ദ്വീപരാഷ്ട്രം ഏതാണ്? കിരിബാത്തിയാണ്. 2025 പുതുവത്സരം ആദ്യം എത്തിയ ദ്വീപരാഷ്ട്രം കിരിബാത്തി എന്ന ദ്വീപരാഷ്ട്രമാണ്. ഇനി നമ്മുടെ 2025 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ UN അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025. 2025 ആദ്യമായി പുതുവത്സരം എത്തിയ ദ്വീപരാഷ്ട്രം കിരിബാത്തി. UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് 2025 ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രമേയം കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ് നമ്മുടെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായിട്ടും ആചരിക്കുന്നു. അപ്പോൾ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമാണ്. അതുപോലെ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം കൂടിയാണ് 2025. സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? 2025 എന്ന് പറയുന്നത്. അപ്പോൾ ലോക തണ്ണീർത്തട ദിനം എപ്പോഴാണ്? ഫെബ്രുവരി 2. അതിൻ്റെ തീം 2025 തീമാണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. തീം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്നത്. ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്യൂ എന്നാണ്. ലോക ക്യാൻസർ ദിന പ്രമേയം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അപ്പോൾ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. തീം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ സഹകരണ വർഷം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് സഹകരണ വർഷത്തിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് ഓർത്തു വയ്ക്കുക. അതുപോലെ 2025 സാമ്പത്തിക സാക്ഷരതാ വാരത്തിൻ്റെ പ്രമേയം വന്നിട്ട് സാമ്പത്തിക സാക്ഷരത സ്ത്രീകളുടെ സമൃദ്ധി എന്നതാണ്. അപ്പോൾ സാമ്പത്തിക സാക്ഷരതാ വാരത്തിൻ്റെ പ്രമേയം എന്താണ്? സാമ്പത്തിക സാക്ഷരത സ്ത്രീകളുടെ സമൃദ്ധി എന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് അവാർഡ്സും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നോക്കാം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 ചോദിച്ച PK വീരമണിദാസനാണ്. 2023 ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 ജനുവരിയിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാരാണെന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സിയാണ്. 2025 ജനുവരിയിൽ അമേരിക്കയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. 2023 ദാദാസാഹിബ് അവാർഡ്, ഫാൽക്കെ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മോഹൻലാലിനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? K അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് K അരവിന്ദാക്ഷനാണ്. 2025 63ാം സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. 2025 63ാം സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. 2024-25 സന്തോഷ് ട്രോഫി വിജയ് ആരാണ്? ബംഗാളാണ്. 78ാം സന്തോഷ് ട്രോഫി വിജയിയാണ് ബംഗാൾ എന്ന് പറയുന്നത്. 2024-25 സന്തോഷ് ട്രോഫി വിജയ് ആരാണ്? ബംഗാളാണ്. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 4 പേർക്കാണ്. ആർക്കൊക്കെയാണ്?
2024 ഷൂട്ടിങ്ങിന് വന്നിട്ട് മനു ഭാക്കറിനും ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷിനും അതുപോലെ ഹോക്കി താരമായ ഹർമൻ പ്രീത് സിംഗ്, പാരാലിമ്പിക്സ് താരമായ പ്രവീൺ കുമാർ എന്നിവർക്കൊക്കെയാണ് എന്ത് കിട്ടിയിരിക്കും ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് എന്ന് പറയുന്നത്. അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ബീഹാറാണ്. 2025 വനിതാ കബഡി ലോകകപ്പിന്റെ വേദി ബീഹാറാണ്. 2025 ഗോഗോ ലോകകപ്പ് വേദി ഏതാണ് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ഗോഗോ ലോകകപ്പ് വേദി ന്യൂഡൽഹിയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ വന്നിട്ട് സൽമാൻ ഖാനും ടൈഗർ ഷ്രോഫും ആണ്. ഭാഗ്യചിഹ്നം തേജസ് താരയാണ്, അത് ഓർത്ത് വെക്കുക. 2025 ഗോഗോ ലോകകപ്പ് വേദി ന്യൂഡൽഹി, ഭാഗ്യചിഹ്നം തേജസ് താര എന്നിവയാണ്. 2025 ബ്രിസ്ബൻ ഇന്റർനാഷണൽ ടെന്നീസ് ചാമ്പ്യൻ ആര്യാന സബലങ്കയാണ്. ബ്രിസ്ബൻ ഇന്റർനാഷണൽ ടെന്നീസ് ചാമ്പ്യൻ ആര്യാന സബലങ്കയാണ്. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ 2025 ഓസ്ട്രേലിയയാണ്. 74ാമത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭാവ്നഗറാണ്. 74ാമത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭാവ്നഗറാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദി കേരളമാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7 2025 ആഗോള ജാവലിൻ മത്സരത്തിന്റെ വേദി കേരളം. ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7 2024-25 വിജയ് ഹസാരെ ട്രോഫി നേടിയത് വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. 2025 38ാം ദേശീയ ഗെയിംസിന് വേദിയാവുന്നത് ഉത്തരാഖണ്ഡാണ്. 2025 38ാം ദേശീയ ഗെയിംസിന് വേദിയാവുന്നത് ഉത്തരാഖണ്ഡാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയത് ഡി ഗുഗേഷ് ആണ്. വേൾഡിൽ 4ാമതുമാണ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമത് ഡി ഗുഗേഷ്. വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ 4ാമതാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ് ആണ്. ഇപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കെയ്സ് ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കെയ്സ് ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ആണ്. 2025 സാഫ് അണ്ടർ 17 ഫുട്ബോൾ ടൂർണമെന്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 വേദി UAE ആണ്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 വേദി എന്ന് പറയുന്നത് UAE ആണ്. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്ന നഗരം ചൈനയാണ്. നഗരമല്ല, രാജ്യം ചൈനയാണ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്ന നഗരം ഹർബൻ ആണ്. ചൈനയിലെ ഹർബൻ ആണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത്. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. 2025 ഫെബ്രുവരിയിൽ നിയമസഭ മരവിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ISRO ചെയർമാൻ വി നാരായണൻ. UIDAI വന്നിട്ട് ഭുവനേഷ് കുമാർ ആണ്. അപ്പോൾ ISRO ചെയർമാൻ വി നാരായണനാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 23ാം ദേശീയ പാരാലിമ്പിക്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 1ാം സ്ഥാനം വന്നിട്ട് ഹരിയാനയ്ക്കാണ്. 23ാം ദേശീയ പാരാലിമ്പിക്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് 1ാം സ്ഥാനം നേടിയത് ഹരിയാനയാണ്. അതുപോലെ 2025 സാമ്പത്തിക സാക്ഷരതാ വർഷത്തിന്റെ പ്രമേയം എന്നാണ്? സാമ്പത്തിക സാക്ഷരത സ്ത്രീകളുടെ സമൃദ്ധി എന്നതാണ്.
2025 മാർച്ച് നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? രാജീവ് ഗൗബയാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശലോൽപ്പന്നം കണ്ണാടിപ്പായയാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശലോൽപ്പന്നം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കണ്ണാടിപ്പായയാണ്. 2025 ഓഗസ്റ്റിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ ഇറക്കുമതിക്ക് എത്ര തീരുവയാണ് ചുമത്തിയത് എന്ന് ചോദിച്ചാൽ 50% തീരുവ ചുമത്തിയത്. US പ്രസിഡന്റ് ഇന്ത്യൻ ഇറക്കുമതിക്ക് എത്ര തീരുവയാണ് ചുമത്തിയത്? 50% തീരുവയാണ് ചുമത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ലോക തണ്ണീർത്തട ദിനത്താണ് ഫെബ്രുവരി 2 തീം നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ 2025 ICC Under-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കളാരാണ്? ഇന്ത്യയാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണിക്യൂ എന്നാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ഏതാണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നാണ്. 2025 ലോക പുസ്തകവേളയ്ക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ഈ നമ്മൾ ഇപ്പോൾ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണിക്യൂ ആണ്. ഈ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്നത്. 2025 ലോക പുസ്തകവേളയ്ക്ക് വേദിയാവുന്നത് ഏതാണ്? ന്യൂഡൽഹിയാണ്. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്കയാണ്. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹർബനാണ്. ചൈനയിലെ ഹർബനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2025 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമാണ്, അന്താരാഷ്ട്ര കോമൺ സയൻസിൻ്റെ വർഷമാണെന്ന് പറഞ്ഞു. അതിൽ സഹകരണ വർഷത്തിൻ്റെ പ്രമേയം ഓർത്തുവെക്കുക. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 24 PK വീരമണിദാസനാണ്. അതുപോലെ പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഇടം എന്ന് പറയുന്നത്. പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതിയാണ് ഇടം എന്ന് പറയുന്നത്. വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ നടപ്പിലാക്കിയത് എയർ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ HMPV റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യ HMPV റിപ്പോർട്ട് ചെയ്തത് ബംഗളൂരുവിലാണ്. ഇന്ത്യയുടെ പുതിയ CAG സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? സഞ്ജയ് മൂർത്തിയാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. മാറിപ്പോയത്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയും CAG എന്ന് പറയുന്നത് സഞ്ജയ് മൂർത്തിയുമാണ്. മാറിപ്പോവരുത്. നമുക്ക് ചന്ദ്രയാൻ 3യെ കുറിച്ചും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത് ജൂലൈ 14 2023. അപ്പോൾ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത് ജൂലൈ 14, 2023 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ലോഞ്ച് വെഹിക്കിൾ വന്നിട്ട് LVM-3 M4 ആണ്. നമ്മുടെ ചന്ദ്രനിൽ സേഫ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5 പക്ഷെ അത് സേഫ് ലാൻഡിംഗ് ചെയ്തത് ഓഗസ്റ്റ് 23 അപ്പോൾ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത് ജൂലൈ 14, 2023. അത് സേഫ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23 എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. ലോഞ്ച് വെഹിക്കിൾ LVM-3 M4 ആണ്. ചന്ദ്രയാനിൽ സേഫ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത് രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ സൗര ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്ന് പറയുന്നത്. 2023 സെപ്റ്റംബർ 2 അത് ലോഞ്ച് ചെയ്തത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലാണ്
വിക്ഷേപണ വാഹനം PSLV C57 ആണ്. PSLV C57 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ചോദിച്ചു പറഞ്ഞാൽ ഗംഗയാനാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അതേതാണ്? ആദിത്യ L1 ആണ് എന്ന് പറയണം. ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ജനിച്ചത് എവിടെയാണ്? ഐസോൾ, മിസോറാമിലാണ് ഇന്ത്യയിലെ ആദ്യ ജനറേഷനായ ബീറ്റ കുഞ്ഞ് ജനിച്ചത്. മിസോറാം ഐസോളിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച R ചിദംബരം ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഒരു ആണവ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞനാണ് R ചിദംബരം എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാനുള്ള പരീക്ഷണമാണ് സ്പാഡെക്സ് എന്ന് പറയുന്നത്. ISRO ചെയർമാൻ ചോദിച്ചാൽ V നാരായണനാണ്. ISRO ചെയർമാൻ ആരാണ്? V നാരായണനാണ്. 2024 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മഴയെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ചുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്ന് പറഞ്ഞു. പക്ഷേ 2024 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരാണ്. 2ാം സ്ഥാനമാണ് കോഴിക്കോടിനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്തിന് തന്നെയാണ്. അതുപോലെ കൊല്ലത്തിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് മേഘസ്പർശം. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനാണ് മേഘസ്പർശം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിൻ്റെ വേദി ബേപ്പൂറാണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിൻ്റെ വേദി ചോദിച്ചാൽ അത് ബേപ്പൂരാണ്. 2025 ജനുവരിയിൽ ഭൂകമ്പമുണ്ടായിരുന്ന ടിബറ്റൻ പ്രദേശമാണ് ഡിംഗ്രി എന്ന് പറയുന്നത്. 2025 ജനുവരി 26 76ാം റിപ്പബ്ലിക് ദിനമാണ്. 2025 ജനുവരി 26 കഴിഞ്ഞത് 76ാം റിപ്പബ്ലിക് ദിനമാണ്. സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നാണ്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കാലിഫോർണിയയാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് വിശാഖപട്ടണത്താണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് വിശാഖപട്ടണത്താണ്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു എന്ന് പറയുന്നത്. 2025 38ാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് ആണ്. 2025 38ാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് ആണ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം എന്ന് പറയുന്നത്. 2025 ബ്രിക്സിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ബ്രിക്സിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അടുത്തിടെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജ കിരൺ ദേശായിയുടെ നോവലാണ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്നത്. 2025 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് നിതിൻ ഗഡ്കരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ലോകമാന്യ തിലക് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. 2025 ഓഗസ്റ്റിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? പത്മകുമാറാണ്. പത്മകുമാറാണ്. അതുപോലെ ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 2 അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനാണ് MK സാനു എന്ന് പറയുന്നത്. ആരാണ്? MK സാനു ആണ്. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡിലെ സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് സാറ ജോസഫിനാണ്. സാറ ജോസഫിന് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത അങ്കണവാടി ഏതാണ്? മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത അങ്കണവാടി എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബർ 28 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന 17ാം ഏഷ്യ കപ്പ് നേടിയത് ഇന്ത്യയാണ്.
കേരളത്തിൽ കേരള ഫോറസ്റ്റ് വാച്ചറുടെ പുതിയ പേര് എന്തായിട്ടാണ് മാറ്റിയത്? ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്നാണ്. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്നാക്കി മാറ്റിയതാണ്. 2025 സെറികൾച്ചറിനുള്ള മികച്ച സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. 2025 ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം ഏതാണ്? ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യയിലെ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 ജൂണിലാണ്. ISRO നിലവിൽ വന്ന വർഷം 1969 ജൂൺ 15-നാണ്. വകുപ്പ് നിലവിൽ വന്നത് 1972 ജൂണിലാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ എന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ പുതിയ GK ISROയുടെ ചെയർമാൻ ആരാണ്? V നാരായണനാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ISRO നിലവിൽ വന്നത് 1969 ജൂൺ 15. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 എന്ന് പറഞ്ഞു. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ എന്നാണ്. ഇനി നമുക്ക് കുറച്ച് GKയിൽ കുറച്ച് വർഷങ്ങൾ നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് എന്ന് പറയുന്നത്. അതുപോലെ കുണ്ടറ വിളംബരം നടന്നതെന്നാണ്? 1809 കുണ്ടറ വിളംബരം നടന്നത്. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം നടന്നത്. 1859 മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള എന്നറിയപ്പെടുന്ന മാറുമറയ്ക്കൽ സമരം നടന്നത് 1859. വൈക്കം സത്യാഗ്രഹം 1924 ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ഓക്കെ, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോണില്ല. നമ്മുടെ ക്ലാസ് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് തരണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് എഴുതിയ എക്സാമിൽ കറണ്ട് അഫയേഴ്സിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും 2025 കറണ്ട് അഫയേഴ്സാണ് ഇമ്പോർട്ടൻറ്റ് നൽകിയതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2025 പ്രധാനമായിട്ടും ഒരു 2 മാസം മുൻപ് മുതലുള്ളത് തന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.